ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഗംഭീരമായ വരവേൽപ്പാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. 50,000-ഓളം ആളുകളാണ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ തന്നെ ആളുകൾ ഗേറ്റിന് പുറത്ത് തടിച്ചുകൂടി. 34 വർഷത്തിനു ശേഷം തങ്ങളെ കാണാനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ആദരവ് പ്രവാസി സമൂഹം പ്രകടിപ്പിച്ചു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ, അതുപോലെ തന്നെ പുനരധിവാസം, യാത്രാ പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ആവേശത്തോടു കൂടി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത്. കൃത്യം 8 മണിക്ക് നരേന്ദ്രമോദി വേദിയിലെത്തി. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ആർപ്പുവിളികളോടെയാണ് മോദിയെ വരവേറ്റത്. മലയാളികൾക്ക് മലയാളത്തിൽ നവവത്സരാശംസകൾ നേർന്ന് ആവേശപ്രസംഗത്തിന് മോദി തുടക്കം കുറിച്ചു. മലയാളി സഹോദരക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നവവത്സര ആശംസഫല. നമസ്കാരം. തനിക്ക് ലഭിച്ച ഊഷ്മളമായ വരവേൽപ്പിനും സ്നേഹത്തിനും UAE ഭരണാധികാരികൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. തുടർന്ന് മോദിയുടെ വാക്കുകൾ ഇങ്ങനെ: അബുദാബിയിൽ ക്ഷേത്രം പണിയാൻ ഭരണകൂടം സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അബുദാബി ഭരണകൂടം ഇന്ത്യയിൽ 4.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്തു. ഇതുകൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇരു രാജ്യങ്ങളും ചേർന്ന് $7,500 കോടി സംയുക്ത നിക്ഷേപത്തിനും ധാരണയായി. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗത്വത്തിന് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് UAE പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ദുബായിയുടെ മണ്ണിൽ ഇന്ത്യയെയാണ് കാണുന്നത്. ഇത് തനിക്കുള്ള അംഗീകാരമല്ല, നിങ്ങളെപ്പോലുള്ള കഠിനാധ്വാനികളായ ഇന്ത്യക്കാർക്കുള്ള അംഗീകാരമാണ്. ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് 700 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. എന്നിട്ടും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടേക്ക് വരാൻ 34 വർഷം വേണ്ടിവന്നു. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയും UAEയും ഒരുമിച്ച് നിന്ന് പോരാടും. രാജ്യത്ത് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകളാണുള്ളത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് നിക്ഷേപകരെ ക്ഷണിക്കുന്നു. ഇന്ത്യയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 48% ഉയർന്നു കഴിഞ്ഞു. അയൽ രാജ്യങ്ങളുമായി മികച്ച സൗഹൃദം നിലനിർത്തുകയെന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പ്രവാസികൾക്കു വേണ്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി നയതന്ത്ര കാര്യാലയത്തിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. കൂടാതെ വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് സുതാര്യമാക്കാൻ മൈഗ്രേഷൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലെ അപാകതകൾ 30 ദിവസത്തിനകം പരിഹരിക്കുമെന്നും ഉറപ്പു നൽകി. വിദേശത്തുള്ളവരുടെ സഹായത്തിനായി എല്ലാ എംബസികൾക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ സഹായനിധിയുണ്ട്. അസുഖബാധിതർക്കും ജയിലിൽ നിന്ന് രക്ഷ നേടാൻ അർഹതപ്പെട്ടവർക്കും ഈ ഫണ്ട് വിനിയോഗിക്കാമെന്നും മോദി പറഞ്ഞു. അതേസമയം പ്രവാസി സമൂഹം പ്രതീക്ഷിച്ച വിമാനയാത്രാ പ്രശ്നം, പ്രവാസി വോട്ട് എന്നിവ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. UAE ഭരണാധികാരികളോടുള്ള ഇന്ത്യൻ ജനതയുടെ ആദരവ് പ്രകടിപ്പിച്ചും ഇന്ത്യൻ മണ്ണിന്റെ മുദ്രാവാക്യം വിളിപ്പിച്ചും ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ആവേശത്തിലാഴ്ത്തിയാണ് നരേന്ദ്രമോദി വേദി വിട്ടത്. ക്യാമറമാൻ റഫീഖ് കരിമ്പലിനോടൊപ്പം സുമിത് നായർ, ജീവൻ ന്യൂസ്, ദുബായ്.